നാട്ടുകാരെ വട്ടം ചുറ്റിച്ച പരുന്ത് പിടിയിലായി. നാട്ടുകാരെ ആക്രമിച്ചിരുന്ന കൃഷ്ണപ്പരുന്തിനെ വനംവകുപ്പിന് കൈമാറാൻ വിശദാംശങ്ങൾ അക്ഷയ് മോഹൻ നൽകും. അക്ഷയ്, നാട്ടുകാരെ വട്ടം ചുറ്റിച്ച പരുന്തിനെ നാട്ടുകാർ തന്നെയാണോ പിടികൂടി വനംവകുപ്പിന് കൈമാറിയത്? എന്തിനാ അത് തന്നെയാണ് കുറെ നാളുകളായിട്ട് നാട്ടുകാരെ വട്ടം ചുറ്റിച്ച വിരുദ്ധൻ പരുന്തിനെയാണ് ആ നാട്ടുകാർ തന്നെ പിടിച്ച് കൂട്ടിലാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് നീലേശ്വരം ബാങ്ക് റോഡിലുള്ള പ്രസാദിന്റെ വീട്ടിൽ ഈ പരുന്ത് എത്തിയത്. ആ സമയത്ത് പ്രസാദ് തന്നെയാണ് ഈ മുണ്ടുപയോഗിച്ച് ഈ പരുന്തിനെ പിടികൂടി കൂട്ടിലാക്കിയത്. കുറെ നാളുകളായി തന്നെ ഈ പരിസരത്തുള്ള ആളുകൾ നാട്ടുകാരെയൊക്കെ ആക്രമിച്ച പരുന്താണ് കൂട്ടിലായിരിക്കുന്നത്. കഴിഞ്ഞ മാസം അവസാന ഭാഗത്തേക്ക് എത്തിയ സമയത്ത് ഒരു തവണ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെത്തി പരുന്തിനെ കൂട്ടിലാക്കി അകലെ കർണാടക വനത്തിൽ കൊണ്ടുവിട്ടിരുന്നു. അവിടെ നിന്ന് വീണ്ടും തിരിച്ചെത്തിയാണ് വീണ്ടും ഈ പരുന്ത് ആക്രമണം തുടങ്ങിയത്. ഇതാ പരുന്തിനെ പിടികൂടിയ ആളുണ്ട് പ്രസാദ്. എങ്ങനെയാ ഇതിന്റെ പിടികൂടി? എങ്ങനെയാ ഇത്? രാവിലെ ഒരു 8 മണിയോടുകൂടി വീടിൻ്റെ പുറകു സൈഡ് അടുക്കള സൈഡിൽ വന്നിരിക്കുകയായിരുന്നു. അവിടെ ഒരു ചെറിയൊരു മരത്തിൻ്റെ അലമാരയിൽ മുകളിലിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കുട്ടികൾ കണ്ട് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പുറത്തോടെ ഇറങ്ങിച്ചെന്ന് പരുന്ത് ആ സമയത്ത് പറന്നു പോയില്ല. അപ്പോൾ അടുത്ത് തന്നെ എൻ്റെ അടുത്ത് തന്നെ പരുന്ത് അങ്ങനെ തന്നെ ഇരിക്കുന്നത് കണ്ടുകൊണ്ട് ആദ്യം കൈയൊന്ന് വീശി നോക്കി. അപ്പം അങ്ങനെ അനക്കി നോക്കുമ്പം അവിടെ തന്നെ ഇരിക്കുമോ പോകുന്നില്ല. പിന്നെ ഞാൻ ഉള്ളിൽ നിന്ന് ഒരു പഴം കൊടുത്തു അന്നേരം കയ്യിൽ നിന്ന് തന്നെ പഴം വാങ്ങി അവിടെ ഇരുന്ന് കഴിച്ചു. പിന്നെ പിടിക്കാനുള്ളൊരു സൗകര്യത്തിന് എളുപ്പത്തിന് പിന്നെ ദേഹം നേരിട്ട് കൈക്ക് പിടിച്ചു കഴിഞ്ഞാൽ ദേഹം പൂർവ്വലോ എന്നുള്ള ഒരു ഇതുള്ളത് കൊണ്ടും നഖം ചുവാന്തിയാൽ അതുകൊണ്ടൊരു മുണ്ട് എടുത്തിട്ട് എൻ്റെ നേരെ വിരിച്ചിട്ട് എടുക്കുക ചെയ്തത്. എന്നിട്ട് ആ മുണ്ടിനകത്തുനിന്ന് എടുത്ത് നേരെ ഈ ബാസ്ക്കറ്റിലേക്ക് മാറ്റുക ചെയ്തത്. കൊത്തു കിട്ടിയിട്ടുണ്ടോ? എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ എൻ്റെ ദേഹത്ത് വന്ന് അടിച്ചിട്ടുണ്ട്. ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം ഇങ്ങനെ ദേഹത്ത് വന്ന് ഇങ്ങനെ പറഞ്ഞത് പെട്ടെന്ന് ഒരു 2 ദിവസം മുമ്പ് എൻ്റെ മോൾക്കൊട്ട് കൊത്തിയായിരുന്നു. അന്ന് മോൾക്കോട്ട് കൊത്തിയ ശേഷം ഞാൻ ഈ പരുന്തിനെ ഓടിച്ചു വിടുന്ന സമയത്ത് ഒന്ന് കുറച്ച് പറന്ന് പോയിട്ട് തിരിച്ചു വന്നിട്ട് എൻ്റെ മേത്ത് വന്നടിച്ചായിരുന്നു. കൊത്തിയിട്ട് നാട്ടുകാർ ഇഷ്ടംപോലെ അവരെല്ലാം കാത്തു നിൽക്കുന്നുണ്ട്. പലർക്കും തൊട്ടടുത്തൊരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമുണ്ട്. അപ്പോൾ അവിടെ വരുന്നവർക്ക് പോലും ഒരു മനസ്സമാധാനമായിട്ട് മരുന്ന് വാങ്ങി വരാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. കൊത്തു കിട്ടിയിട്ടുണ്ടോ? 3 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. പിന്നെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേ കൊത്തു കിട്ടുന്നത്. ഒരു പ്രാവശ്യം പുകാസേന്റെ പരിപാടിക്ക് പോകുമ്പോൾ അവരെല്ലാം കാത്തു നിൽക്കുന്നുണ്ട്. പലർക്കും തൊട്ടടുത്തൊരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമുണ്ട്. അപ്പോൾ അവിടെ വരുന്നവർക്ക് പോലും ഒരു മനസ്സമാധാനമായിട്ട് മരുന്ന് വാങ്ങി വരാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. കൊത്തു കിട്ടിയിട്ടുണ്ടോ? 3 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. പിന്നെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേ കൊത്തു കിട്ടുന്നത്. ഒരു പ്രാവശ്യം പുകാസേന്റെ പരിപാടിക്ക് പോകുമ്പോൾ കയ്യിൽ കൊത്തു കിട്ടി. പിന്നെ വെള്ളം ഒഴിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കിട്ടി. പിന്നെ മിനിയാന്ന് തലയിൽ കിട്ടി. അങ്ങനെ 3 പ്രാവശ്യം കൊത്തു കിട്ടി. കൊത്തു കിട്ടിയോ? കിട്ടി. ചെവിക്ക് ഇന്നല്ലേ കിട്ടിയത് സീറ്റൗട്ടിൽ നിൽക്കുമ്പോൾ. ഇനിയിപ്പോ കുറച്ച് ധൈര്യത്തോടെ പുറത്തിറങ്ങല്ലേ? ഞങ്ങളെക്കാളും സങ്കടം കുഞ്ഞു മക്കളല്ലേ. ഇത് എവിടെന്നാ ജെറ്റ് പോലെ വരും. ഇത് മറ്റേ നമുക്ക് പട്ടിയൊക്കെ ആണെങ്കിൽ വരുന്നത് നമുക്ക് മനസ്സിലാവും. അവിടെ നമ്മൾ ഈ വരുന്ന സാധനം ഇങ്ങനെ മനസ്സിലാവില്ല. ഇവിടെയൊക്കെ ഒളിഞ്ഞിരിക്കുകയല്ലേ. കുട്ടികളിങ്ങനെ വെറുതെ ഫ്രീ ആയിട്ട് വരും. അന്ന് കൊത്തിയതിന് ശേഷമാണ് അറിയല്. ഷോൾ ഉണ്ടെങ്കിൽ ഷോൾ കൊത്തിയെടുത്തിട്ട് പോവുക. ഭയങ്കര ഇഷ്ടം. ഇന്നലെ ഒരു കുട്ടി സ്കൂട്ടറിൽ പോകുമ്പോൾ എൻ്റെ അമ്മയെ ഉപദ്രവിച്ചില്ല, പക്ഷെ മോളെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ച് അവർ കുട്ടി പേടിച്ച് നിലവിളിച്ച് എല്ലാവരും നാട്ടുകാർ കൂടി. ഒരു രക്ഷയില്ല, പിടിക്കാൻ കിട്ടത്തില്ലല്ലോ. ഇതിപ്പോൾ എൻ്റെ വീട്ടിലെ ഓഫീസിൽ വരുന്ന കുട്ടിയാണ്. അവളൊക്കെ ഒരു ദിവസം 2 പ്രാവശ്യം കൊത്തു കിട്ടി. എന്നിട്ട് പിറ്റേ ദിവസം ഓഫീസിൽ വരുന്നില്ലെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞിട്ട് വന്നു. കൊട ചൂട്ടിട്ടാണ് ഞങ്ങൾ രാത്രിയും പകലായാലും കൊട ചൂടിയിട്ടാ റോട്ടിൽ കൂടെ ഓഫീസിലൊക്കെ പേടിയൊക്കെ മാറി. ഇനിയിപ്പോ വീണു. ഒരു തവണ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പിടികൂടി വനത്തിൽ വിട്ട പരുന്താണ് വീണ്ടും